ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ 9 ഉദ്യോഗസ്ഥർ പ്രതികളായേക്കും. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ 9 ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരെടുത്താണ് വിമർശനം. സ്വർണ്ണത്തെ ചെമ്പാക്കിയത് മുരാരി ബാബു, ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ട ദേവസ്വം സെക്രട്ടറി ജയശ്രീ, 2 തിരുവാഭരണം കമ്മീഷണർമാർക്കും വീഴ്ചയെന്നും ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ദേവസ്വം ജീവനക്കാർ 9 ദേവസ്വം ജീവനക്കാർ കുറ്റക്കാരാകുമെന്ന് തന്നെയാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഇവരുടെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു. 9 പേർ ആരൊക്കെയുമാണ്? ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അതായത് ദേവസ്വം ബോർഡ് തന്നെ പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ 9 ഉദ്യോഗസ്ഥരുടെ, അതും ഉന്നത ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളടക്കം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ സ്വർണം ചെമ്പാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടത്തിയത് മുരാരി ബാബു ആണ്. അന്നത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ആളുടെ പേര് കൂടി പരാമർശിച്ചിട്ടുണ്ട്. അതായത് ദേവസ്വം സെക്രട്ടറിയാണ് ജയശ്രീയുടെ പേരും പരാമർശിച്ചിട്ടുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണം കൊടുത്തു വിട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തിയത് ജയശ്രീയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ 2 തിരുവാഭരണം കമ്മീഷണർ 2 പേരുണ്ട്. ആ 2 പേരുടെ പേരും പരാമർശിക്കുന്നത്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശങ്ങളാണ് ഈ ദേവസ്വത്തിന്റെ വിജിലൻസ് റിപ്പോർട്ടിൽ ഉള്ളത്. അതും ദേവസ്വം ബോർഡിലെ തന്നെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ആണ് ഈ റിപ്പോർട്ട് ഉള്ളത് എന്നതാണ് ഏറ്റവും ഇതിന്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു റിപ്പോർട്ട് തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 9 പേർ, ഇനി കൂടുതൽ ഇതിലും കൂടുതൽ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി നോക്കിക്കാണ്ടതാണ്. മാത്രമല്ല, ഇതിൽ ആ തുടക്കം മുതൽ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡിൽ നിന്ന് യാതൊരു പങ്കുമില്ല, എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ഈ വാക്കുകൾ അത് തെറ്റാണെന്ന് സൂചിപ്പിക്കുന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. 9 ഉന്നത ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡിലെ തന്നെ 9 ഉന്നത ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളാണ് ഇപ്പോൾ വിജിലൻസ് നൽകിയിട്ടുള്ള ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ്, ഓരോരുത്തരെയും നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പേര് എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണം കൊടുത്തു വിട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലാണ് ഈ പരാമർശങ്ങളുള്ളത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.